സംസ്ഥാനത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സിപിഐഎം ബിജെപിയും ഒന്നായി പ്രവർത്തിക്കുന്നുവെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ ന്യൂസ് മലയാളത്തോട്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നതെന്നും ഗവർണർ ബിജെപി സിപിഎം സഖ്യത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നുവെന്നും എം ഹസൻ ആരോപിച്ചു. PV അൻവർ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫ് മുന്നണിയുടെ ഭാഗമാകുമെന്നും എം ഹസൻ വ്യക്തമാക്കി. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ തന്നെ എം ഹസൻ കാണാൻ കഴിഞ്ഞു. കേരള ഹൗസിൽ വരുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, ഗവർണർ ഒപ്പം തന്നെ നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ കാണുന്നു. UDF എങ്ങനെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്? ഇത് ഒരു BJP CPM അന്തർധാര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് അത് മറ്റൊരു രൂപത്തിൽ, അതായത് മറ്റൊരു രൂപത്തിൽ ഇന്ന് അതിപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും പ്രയോജനങ്ങളും കൊടുക്കാനുള്ള ഒരു പ്രത്യേകമായ രാഷ്ട്രീയ ആലോചനയുടെ ഭാഗമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയം. അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട CPM-ഉം UDF-ഉം എല്ലാം CPM-ഉം BJP-യും എല്ലാം ഒറ്റക്കെട്ടായി മാറുന്നു എന്നാണ് അങ്ങ് ആരോപിക്കുന്നത്. BJP-യുടെ ഒരു B ടീമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരൊരു പാലമിടുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെയും CPM-ൻ്റെയും ലക്ഷ്യം ഒന്നാണ്: കോൺഗ്രസ് ഇല്ലാത്തൊരു കേരളം, കോൺഗ്രസ് മുക്ത കേരളം, അല്ലെങ്കിൽ UDF-ന് ഭരണം തകർക്കുക. അതിന് ചില രഹസ്യധാരണകളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ കൂടിയ ചർച്ചയിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൻ്റെ കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രിയോട് മുഖ്യമന്ത്രി സംസാരിച്ചതായി വല്ല വാർത്തയും പുറത്തു കൊണ്ടോ? ഇല്ല. നമ്മളെല്ലാ MP-മാരും കൂടി പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയും ഗവർണറും ധനകാര്യമന്ത്രി ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വരുന്നത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്ന ആദ്യത്തെ സംഭവമായിരിക്കും. അപ്പോൾ തന്നെ അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഗവർണറാണ് എന്ന് തോന്നാവുന്ന രൂപത്തിലുള്ള കൂടിക്കാഴ്ചയായിട്ടാണ് ഇന്നലത്തെ കണ്ടത്. അപ്പോൾ തന്നെ ഈ PV അൻവറിൻ്റെ ഒരു UDF പ്രവേശം എങ്ങനെയായിരിക്കും? അത് ഞങ്ങൾ നേരത്തെയുള്ള മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് തീരുമാനമെടുക്കും. ഒരു അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി കേന്ദ്ര മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതൊരു അസാധാരണമായ സാഹചര്യമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്.